നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ സ്ക്രീൻഷോട്ട് ഉണ്ട്. നമ്മളൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. ചില ആളുകൾ ഇതുപോലെ 3 വിരൽ ഇതുപോലെ നമ്മുടെ സ്ക്രീനിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് നമ്മുടെ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണൊക്കെ ഒരേ സമയം പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീൻഷോട്ടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട്. പല ആളുകൾക്കും അതറിയില്ല. നമ്മളൊക്കെ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുമെന്നല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരുപാട് സെറ്റിങ്സുകൾ നമ്മുടെ ഓരോ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് ഇതുപോലെ ഇവിടെ സ്ക്രീനിൽ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ സാധിക്കുക. എൻ്റെ ഫോണിനകത്ത് ഈ കാണുന്നതാണ് സ്ക്രീൻഷോട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു നോക്കുക. ഇനിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ സ്ക്രീൻഷോട്ട് എന്ന് അടിച്ചു നോക്കിയാൽ ആ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കും 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ. ചില ഫോണിൽ ചില ആളുകളൊക്കെ ഈ പവർ ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ ഈ വോളിയം ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് 3 വിരൽ കൊണ്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. വീഡിയോക്ക് അത് നമുക്ക് 3 വിരൽ ഉപയോഗിച്ച് താഴോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. എന്നാൽ ആ ഒരു ഫീച്ചർ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ സെറ്റിങ്സിലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലൊക്കെ ഈ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലത്തെ രണ്ടാമത്തെ ഓപ്ഷൻ 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ്. നമ്മുടെ 3 വിരൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 3 വിരൽ ഒരേ സമയം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് സ്ക്രീൻഷോട്ട് ആകും. അതുപോലെ തന്നെ മൂന്നാമത്തെ 3 വിരൽ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിൽ ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. നാലാമത്തെ ഓപ്ഷനാണിത് 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എന്നുള്ളത്. നമ്മുടെ സ്ക്രീനകത്ത് 3 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പവർ പ്ലസ് വോളിയം ഡൗൺ ബട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. നമ്മൾ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും പ്രസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും 3 ഓപ്ഷൻ ഇവിടെ സെറ്റിങ്സിലുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സെറ്റിങ്സിലൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ താഴെ ഭാഗത്തേക്ക് നല്ല സ്ക്രീൻഷോട്ട് സൗണ്ട്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലൊക്കെ ഇരുന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് സൗണ്ട് ഇല്ലാതെ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് സ്ക്രീൻഷോട്ട് നോട്ടിഫിക്കേഷൻ. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ സ്ക്രീൻഷോട്ട് കാണാനുള്ള ഓപ്ഷൻ. പലപ്പോഴും ഗാലറിയിൽ പോയി തപ്പി നടക്കേണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്ക്രീൻഷോട്ട് പ്രിവ്യൂ ഫ്ലോട്ടിംഗ് വിൻഡോ. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് അപ്പോൾ ഇവിടെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സൈഡിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തന്നെ അതിൻ്റെ ഒരു സാമ്പിൾ അവിടെ കാണിക്കും. ജസ്റ്റ് അതിനകത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ സ്ക്രീൻഷോട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ വേണ്ട എന്നുള്ളത് ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ സാധിക്കും. ഈ സ്ക്രീൻഷോട്ട് എന്ന് എഴുതിയതിന് നേരെ താഴെ ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് കാണും. ഈ താഴെ ഭാഗത്തേക്ക് അരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 3 ഓപ്ഷൻ. ഇതിൽ ഒന്നാമത്തെ സ്ക്രീൻഷോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത് സ്ക്രോൾ സ്ക്രീൻഷോട്ട്. പലപ്പോഴും നമ്മൾ ഒരു വലിയ പേജ് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ടിനുള്ളിൽ അത് കൊള്ളില്ല. അപ്പോൾ 2 പേജ് 3 പേജൊക്കെ ഒരുമിച്ച് ഒറ്റ സ്ക്രീൻഷോട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ക്രോൾ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് സ്ക്രീൻഷോട്ടിൻ്റെ. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ഇതുപോലെയാണ് വരിക. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ എവിടെയാണോ വേണ്ടത് നമുക്ക് സ്വന്തം എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനുശേഷം മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രീൻഷോട്ടാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസുകളൊക്കെ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. പലപ്പോഴും നമ്മളതൊന്നും അന്വേഷിക്കാറില്ല, നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.